ഗുഡ് മോർണിംഗ് ടു ഓൾ. ഗുഡ് മോർണിംഗ്. ഷാജി സാർ വളരെ വ്യക്തമായി തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഷാജി സാർ വോയിസ് ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ. അപ്പോ ഇത് ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ കൂടി ഷാജി സാർ തന്നിട്ടുണ്ട്. നമ്മൾ എന്താണ് സംസാരിക്കാൻ പോകുന്നത് ഇന്നത്തെ ടോപ്പിക്കിനെ കുറിച്ചുള്ള ചെറിയൊരു ഹെഡർ ലൈൻ കൂടി ഷാജി സാർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ മിറാക്കിൾ മോർണിംഗിലോട്ട് സ്വാഗതം. നമുക്കറിയാം ഇന്നത്തെ എക്സൈറ്റിംഗ് സുപ്രഭാതം. കാരണം നമ്മുടെ ഓരോ സുപ്രഭാതവും നമുക്ക് എക്സൈറ്റിംഗ് തന്നെയാണ്. കാരണം നമ്മുടെ മിറാക്കിൾ മോർണിംഗിൽ നമുക്ക് ഓരോരോ കാര്യങ്ങളാണ് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും ഇന്ന് നമുക്ക് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ഞാനൊരു സ്ക്രീനിന്റെ സഹായത്തോടെയാണ് നിങ്ങൾക്ക് ഇന്ന് പ്രസന്റ് ചെയ്യുന്നത്. ഷാജി സാർ വ്യക്തമല്ലേ സ്ക്രീന്? സ്ക്രീൻ ഓക്കെ. സുരേഷിന്റെ വീഡിയോ ഓപ്പൺ. ഓക്കെ. സോറി, ചെറിയ ഷെയർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആയിപ്പോയി. ഓക്കെ. നമുക്കറിയാം നമ്മൾ ഒരു ബിസിനസ്സിൽ ഏറ്റവും നമുക്ക് എല്ലാ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്തൊക്കെയാ സക്സസ് ആവാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അല്ലെ? ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ സക്സസ് ആവാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിനിടയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല, അതിന് വളരെ ഇമ്പോർട്ടൻസ് ആണ്. മനസ്സിലായില്ലേ? ഒരു നമ്മൾ 99 കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല ചെയ്തിട്ട് അതിൽ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ചെയ്തു കഴിഞ്ഞാൽ ആ ബിസിനസ് അവിടെ വളരെ ക്വിക്കിലി ഫ്ലോപ്പ് ആവുന്നതായിട്ട് കാണാം നമുക്ക്. അല്ലേ? തീർച്ചയായിട്ടും. കാരണം നമുക്കറിയാം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്തെങ്കിലും ഒരു ചെറിയൊരു കാര്യം എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ ശരീരത്തിന് ഹാംഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും കുറച്ച് കഴിക്കുമ്പോഴേക്കും അത് വളരെ എഫക്റ്റ് ആവുന്നുണ്ട് ശരീരത്തിന്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ബിസിനസ്സിലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് വളരെയധികം നമ്മളെ ബാധിക്കുന്നുണ്ട്. കാരണം ഇത് മെയിൻലി പീപ്പിൾ ഓറിയന്റഡ് നമ്മുടെ മനുഷ്യന്മാരെ കൊണ്ട് ബിൽഡ് ചെയ്യുന്ന ബിസിനസ് ആണ്. അല്ലെ? തീർച്ചയായിട്ടും. അപ്പൊ അതിൻ്റെതായ പ്രോബ്ലംസ് ഉണ്ടാവും. അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വിന്നിംഗ് ടീമിന്റെ ക്യാപ്റ്റൻ SP ബഹറിൽ ഷാജി സാർ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു സിസ്റ്റമാണിത്. കാർഡിനർ റൂൾസ് ആണിത്. കാർഡിനർ റൂൾസ് എന്ന് പറഞ്ഞാല് നമ്മൾക്ക് ഒരിക്കലും അത് സ്കിപ്പ് ചെയ്യാനോ ചേഞ്ച് ചെയ്യാനോ പറ്റില്ല. അതായത് കല്ലിൽ കൊത്തിവെച്ച നിയമങ്ങൾ എന്ന് പറയത്തില്ല, അതുപോലെ തന്നെയാണ്. ഒരിക്കലും മാറ്റി എഴുതാനോ അതിനെ സ്കിപ്പ് ചെയ്യാനോ പാടില്ല. ഇത് ഫോളോ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ബിസിനസ് ഫ്ലോപ്പ് ആകുന്നത് കാണാം, അല്ലെങ്കിൽ ചിലപ്പോൾ ബിസിനസ് സ്ലോലി പോകുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഈ 9 ഗൈഡ് ലൈൻസ്, അതായത് കാർഡിനൽ റൂൾസ് എന്ന് പറഞ്ഞാൽ 9 ഗൈഡ് ലൈൻസ് തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും ഈ ബിസിനസ്സിൽ ഫോളോ ചെയ്യേണ്ടതിന് വളരെ അത്യാവശ്യമാണ്. അതിൽ യാതൊരു എക്സ്ക്യൂസും ഇല്ല എന്ന് തന്നെ പറയാം. ബിസിനസ്സിനെ സീരിയസ് ആയിട്ട് കാണുന്നവർക്ക് ഉള്ളതാണ്. പക്ഷെ നമ്മുടെ ഈ ബിസിനസ് ചെയ്യുമ്പോൾ, ഈ സെഷൻ ചെയ്യുമ്പോൾ പലർക്കും ഹേർട്ട് ആവാം. നമ്മുടെ ഉദ്ദേശിച്ചാണോ പറയുന്നത് എന്നുള്ളൊരു ഫീലിംഗ് പോലും വരാം. തീർച്ചയായിട്ടും. കാരണം ആ ഫീലിംഗ് വന്നാൽ മാത്രമേ നമ്മൾക്ക് ഇതിനെ അംഗീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾക്ക് ഫസ്റ്റ് പോയിന്റ് ഇതിൽ വരുന്നത് ഡു നോട്ട് ഹെർട്ട് എനിബഡീസ് ഈഗോ. നമ്മൾ ആരുടെയും ഈഗോയെ ഹെർട്ട് ചെയ്തൊരിക്കലും. ഈഗോ എന്ന് അറിയാലോ, അഹംഭാവം, അഹങ്കാരം, അല്ലെങ്കിൽ ഞാനെന്ന ഭാവം. അല്ലെ? നമ്മൾ മനുഷ്യ പൊതുവെ ഒരു വികാര ജീവിയാണ്. കാരണം പലതര കുടുംബത്തിൽ നിന്ന് വരുന്ന ആൾക്കാരായിരിക്കാം, പല സ്വഭാവമുള്ളവരായിരിക്കാം, അങ്ങനെ വിവിധ അഭിപ്രായങ്ങളിലേക്ക്, അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ആൾക്കാരായിരിക്കും വരിക. അല്ലെ? അപ്പൊ എല്ലാരും കൂടി നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ
തീർച്ചയായിട്ടും വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. കാരണം അവർക്ക് ഇമോഷൻസ് അല്ലെ, ഞാൻ നേരത്തെ പറഞ്ഞു ഇമോഷൻ, വിവിധ തരത്തിലുള്ള ഇമോഷനാണ്. അപ്പൊ അതിനെ നമ്മൾ ഒരിക്കലും ഹർട്ട് ചെയ്യരുത്. ഞാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ ഒരു മീറ്റ്, ഇല്ലെങ്കിൽ ഇന്നലെ നമ്മുടെ കാസർഗോഡ് നടന്നൊരു മീറ്റ്, അതിലിപ്പോ നമ്മുടെ 4-5 ആള് നിൽക്കുമ്പോ എന്ത് നിങ്ങൾ എന്താ ലേറ്റ് ആയിരുന്നു അതൊക്കെ പറഞ്ഞ് ഒരു 5-6 ആള് മുമ്പിൽ നമ്മളൊരു വ്യക്തിയെ കളിയാക്കുന്ന രീതിയിൽ, ഒരു കൊച്ചൊക്കെ രീതിയിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് വളരെ വളരെയധികം ഹേർട്ടാവും അല്ലെ. അതല്ല തീർച്ചയായിട്ടും അദ്ദേഹത്തെ സെപ്പറേറ്റ് വിളിച്ച് സംസാരിക്കുകയാണെങ്കിൽ അതിന് അങ്ങനെ ആവാനുള്ള ഒരു ചാൻസും ഇല്ല. തീർച്ചയായിട്ടും ഒരാളുടെ ഹാർട്ട് കളിയാക്കുന്ന രീതിയിൽ ഉള്ള സംസാരം ചെയ്യരുത് എന്ന് തന്നെയാണ്. കാരണം നിങ്ങൾക്ക് നല്ലൊരു പ്രോസ്പെക്റ്റിന് നഷ്ടപ്പെടാം. അത് മാത്രമല്ല കേട്ടോ, നിങ്ങൾ അവരെ മുന്നോട്ട് നിങ്ങൾ പറഞ്ഞ വേർഡ്സുകൾ അവർ മൈൻഡിൽ തന്നെ കാണും. അതുകൊണ്ട് അയാൾക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു വലിയൊരു പിന്നെ ചലഞ്ച് അവിടെ കണ്ടുണ്ടാവും. അതെന്താ സംഭവിക്കുക, അദ്ദേഹം ആ കമ്മ്യൂണിറ്റിക്ക് തന്നെ വലിയൊരു ചലഞ്ചായി മാറും. അത് നമ്മുടെ ആ ബിസിനസിന്റെ കമ്മ്യൂണിറ്റിക്ക് തന്നെ. നമ്മൾ ഒരാളെ ഹർട്ട് ചെയ്യുമ്പോൾ അയാളുടെ ആ ഫീലിങ്സ് നമ്മൾ ഒരാൾക്കല്ല, ആ കമ്മ്യൂണിറ്റിയിലെ വ്യക്തികൾ മൊത്തത്തിൽ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അത് തീർച്ചയായും അങ്ങനെയൊന്നും നമ്മുടെ പിന്നെ എന്താ പറയാ, നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതുകൂടാതെ നമ്മുടെ മിക്ക ആൾക്കാരെ നോക്കിയാൽ കാണാം, വെസ്റ്റേജിൽ ഇപ്പോൾ ഒരുപാട് നമ്മുടെ വെസ്റ്റേജ് കമ്പനി ഒരുപാട് ആൾക്കാർ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ പല ആൾക്കാരും കാണാനില്ല, ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നില്ല. അതിന് പലപ്പോഴും നമ്മൾ കാണുന്ന കാരണം എന്ന് പറയുന്നത് ആൾക്ക് ബിസിനസ് ഇഷ്ടമില്ലാത്തത് കൊണ്ടോ അല്ല കമ്പനി ഇഷ്ടപ്പെടാത്തതുകൊണ്ടോ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടാത്തതുകൊണ്ടൊന്നും അല്ല. പ്രധാനപ്പെട്ട കാരണം സെർച്ച് ചെയ്ത് നോക്കിയാൽ കാണുന്നത്, നിങ്ങളുടെ അനുഭവത്തിലും കാണാം, ചില വ്യക്തികളായിട്ടുള്ള മോശം പെരുമാറ്റമായ ഓർമ്മകൾ. മനസ്സിലായില്ലേ? ചിലപ്പോ ആദ്യം വന്നപ്പോ തന്നെ ഹേർട്ടായിട്ടുണ്ടാവാർക്ക് അല്ലെ, അദ്ദേഹത്തിന് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ പിന്നെ തുടർന്നുള്ള കാര്യങ്ങളിൽ എപ്പോഴും ഒരു ഹേർട്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുക, ഒരു അവോയ്ഡ് ചെയ്യുന്ന പോലെ ചെയ്യുക. കാരണം പുതിയ ആളായിരിക്കാം, ചിലപ്പോൾ അപ്ലൈൻ്റെ ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ ഡൗൺലൈൻ്റെ ഇഷ്യൂ ആയിരിക്കാം. അങ്ങനെ കാര്യങ്ങൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹം എന്താ വെച്ച് മെല്ലെ അതിന് എന്താ പറയാ സ്ക്യൂട്ടായി പോകുന്നതായി കാണാം, ബിസിനസ് വിട്ടുപോയി കാണുന്നത് കാണാം. അതും വളരെ ആദ്യമേ പറഞ്ഞിരുന്നു, നമ്മൾ മനുഷ്യനെ കൊണ്ട് വ്യക്തികളെ കൊണ്ട് ബിൽഡ് ചെയ്യുന്ന ബിസിനസ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അതൊക്കെ വളരെ അധികം ശ്രദ്ധിച്ച് തന്നെ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ അതുകൂടാതെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഈഗോ ഉണ്ടല്ലോ, ഇത് കറക്റ്റ് ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഞാൻ എനിക്കിപ്പോ ഞാനെന്ന ഭാവം എനിക്കുണ്ടാവും. കാരണം ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ എന്താ പറയാ ഒരു എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാണ്. ആ ഭാവത്തിലാണ് ഞാൻ ഇവിടെ വരികയാണെങ്കിൽ എനിക്കൊരിക്കലും ഇതിൽ സക്സസ് ആവാൻ പറ്റില്ല. ഞാനൊരു സ്റ്റുഡന്റിന്റെ ഒരു പിന്നെ മൈൻഡിൽ വരികയാണെങ്കിൽ എനിക്കിവിടെ സക്സസ് ആവാൻ പറ്റും. പക്ഷെ നമ്മൾ വരുന്നവരോട് ചിലപ്പോൾ അയാൾക്ക് ഈഗോ ഇല്ല മൈൻഡ് ആണെങ്കിൽ നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യാൻ നിൽക്കരുത്. കാരണം ഞാൻ പറഞ്ഞ പോലെ അയാൾക്ക് ഹർട്ട് ആവും. നമ്മൾ എന്താ ചെയ്യേണ്ടത്, അദ്ദേഹത്തിന്റെ നല്ല കഴിവുകൾ, അതിൽ ചില കാര്യത്തിൽ ഈഗോ ഉണ്ടെങ്കിലും മറ്റ് നല്ല കാര്യങ്ങളുണ്ടാവും, അതിനായിട്ട് പ്രോത്സാഹനം കൊടുത്ത് അതിനെ പോസിറ്റീവ് ലെവലിലോട്ട് കൊണ്ടുവരിക. അതായത് അദ്ദേഹത്തിനെ അപ്രിസിയേറ്റ് ചെയ്യുക. എന്താണ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അതിനെ നമ്മൾ അപ്രിസിയേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം തീർച്ചയായും നമ്മുടെ കൂടെ നിൽക്കും. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾക്ക് ആളുടെ ഈഗോ പോയി വരുന്നതായി കാണാം. പക്ഷേ നമ്മൾ ഈ പ്രസന്റ് നമ്മൾക്ക് ഈഗോ ഉണ്ടാവാൻ പാടില്ല. കാരണം നമ്മൾക്കുണ്ടെങ്കിൽ അത് തന്നെ കോപ്പി താഴോട്ടും ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോ വ്യക്തികളെ എന്താ പറയുക, ഇൻസൾട്ട് എന്ന് തന്നെ പറയാം. നമുക്ക് അത് തീർച്ചയായിട്ടും ഡു നോട്ട് ഹേർട്ട് എനിവൺ ഇതുള്ളത് വളരെ ഒരു എനിവൺ ഈഗോസ് വളരെ വലിയൊരു പോയിന്റ് തന്നെയാണ് നമ്മൾക്ക് ഉള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു അതുകൂടാതെ ഒരാളുടെ അവകാശത്തെ ചോദ്യം ചെയ്യരുത്. ചിലപ്പോൾ അദ്ദേഹത്തിന് ചെയ്യാൻ കുറച്ച് അവകാശങ്ങളൊക്കെ കാണാം, പക്ഷെ നമ്മൾ ഇവിടെയാണ്, നമ്മൾ ഇന്ന പൊസിഷനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരുടെ അവകാശങ്ങൾ ചോദ്യം ചെയ്യുക, അവർക്ക് ഫ്രീ ആയ രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കുക, അതൊക്കെ വളരെ വളരെ എന്താ പറയാ മോശമായ ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ ഈ കാർണർ റൂൾസ് ഒരു കാര്യം പറയാനുണ്ട്. ഈ കാർണർ റൂൾസ് നമ്മൾ വ്യക്തിപരമായിട്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ നിൽക്കരുത്. ഞാൻ പറഞ്ഞ അത് ഹെർട്ട് ആവും തീർച്ചയായിട്ടും. ഈ കാർണർ റൂൾസ് നമുക്ക് ഇങ്ങനെ കോമൺ വേദിയിൽ മാത്രം നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഞാനിപ്പോ കുറെ ആൾക്കാർ പുതിയ നമ്മുടെ റീസെന്റ് അസോസിയേറ്റ് ആയിട്ടുണ്ടാവാം. നമ്മൾ ആരും ഒരാൾക്ക് ഈ കാർണർ റൂൾസ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല. കാരണം ഒരാളെ ഇരുത്തി കാർണർ റൂൾസ് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പിന്നെ മൈൻഡ് ഫുൾ നെഗറ്റീവിലോട്ട് പോകും. എന്നെയാണ് ഉദ്ദേശിച്ചത്, ഞാൻ തന്നെയാണ് ഇത് ഈ സമൂഹത്തിലോട്ട് പറയുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള റൂൾസ് ആണെന്നുള്ളത് മനസ്സിലാവും.
അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ആയുധം ഒരാളുടെ മേലിട്ട് പിന്നെ പ്രയോഗിക്കരുത്. തീർച്ചയായിട്ടും നമുക്ക് കോമൺ ആയിട്ടുള്ള റൂൾസ് ആണിത് കേട്ടോ. ഇത് സിംഗിൾ ആയിട്ട് ആർക്കും പറഞ്ഞു കൊടുക്കാനുള്ളതല്ല. തീർച്ചയായിട്ടും നമ്മുടെ ആദ്യത്തെ പോയിന്റ് ഇതാണ്. നെക്സ്റ്റ് പോയിന്റ്, ഡു നോട്ട് കീപ് എനി റിലേഷൻഷിപ്പ് അതർ സ്പൗസ്. അറിയാലോ, നമ്മുടെ ബിസിനസ്സിലായിക്കോട്ടെ, ഇവിടെ അല്ല, ഏത് പിന്നെ കാറ്റഗറിയിലായാലും ഏത് ബിസിനസ്സിലായാലും സംഭവിക്കുന്നതാണ്. നമ്മുടെ അതർ സ്പൗസ് ആയിട്ടുള്ള ഒരു പിന്നെ റിലേഷൻ എന്ന് പറയുന്നത്, അന്യന്റെ ഭാര്യയുമായിട്ടുള്ള റിലേഷൻസ്, അത് തീർച്ചയായിട്ടും നമ്മൾ ഒഴിവാക്കണം. റിലേഷൻ എന്ന് വെച്ചാല് നമ്മൾ ആവശ്യമില്ലാതെ പിന്നെ സംസാരിക്കുക, നമുക്ക് ഒരുപാട് ക്ലോസ് ആയിട്ടുള്ള റിലേഷൻസ്, അതൊക്കെ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ ഒഴിവാക്കേണ്ടതുണ്ട്. കാരണം ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഒരു സ്ത്രീയുമായിട്ട് സംസാരിക്കുക, ഒരുപാട് റിലേഷൻസ്, അതുപോലെ തന്നെ നല്ല റിലേഷൻ കീപ്പ് ചെയ്തുകൊണ്ട് അവർക്ക് മുന്നോറുന്ന കുഴപ്പമില്ല. പക്ഷെ പുരുഷനും കുഴപ്പമില്ല. പക്ഷെ സ്ത്രീയും പുരുഷനും, ഒരു പുരുഷനും മറ്റൊരാളുടെ ഭാര്യയുമായിട്ട് ഒരുപാട് ക്ലോസ് ആവുകയും സംസാരിക്കുകയും, ചിലപ്പോൾ രാത്രിയിലും പിന്നെ ഏത് സമയത്തും, ഭക്ഷണം കഴിക്കുന്ന ടൈം ആയിരിക്കാം, ഏത് സമയത്തായാലും വീഡിയോ ഓഫ് ആയി, ഏത് സമയത്തായ പോലും സമയത്താകുമ്പോൾ ഈ സംസാരിച്ചിരിക്കുന്നത്, ചില മെസ്സേജ് ഒക്കെ ഇരിക്കാം അല്ലെ. അത് തീർച്ചയായിട്ടും ആ ഫാമിലിയിൽ വലിയൊരു വിള്ളലുണ്ടാക്കും. നമുക്കറിയാം, നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത് നമ്മുടെ ഫാമിലിയിലുള്ള, നമ്മുടെ കുടുംബത്തിലുള്ള ഐശ്വര്യത്തിനും സമാധാനത്തിനും വേണ്ടിയൊക്കെയാണ്. നമ്മൾ ആ പ്രസന്റേഷൻ ചെയ്യുമ്പോൾ, നമ്മുടെ CEO പ്രസന്റേഷൻ ചെയ്യുമ്പോൾ പറയുന്നുണ്ട് നമ്മൾക്ക് എന്തൊക്കെ ഇവിടെ കിട്ടുന്നുള്ളത് അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അത് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മുടെ കൂടെ വന്നവർക്ക് അത് കൊടുക്കാൻ പറ്റും എന്നുള്ളത് ഉറപ്പിച്ചുകൊണ്ട് തന്നെയായിരിക്കും നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിൽ മൈൻഡ് വെച്ച് വർക്ക് ചെയ്യുമ്പോൾ യാതൊരു കാരണവശാലും മറ്റു ഫാമിലിയിലോട്ട്, വേറൊരാളെ ഫാമിലിയിലോട്ട് ഒരു കാര്യത്തിലുള്ള പ്രോബ്ലവും ഉണ്ടാവരുത്. അതുപോലെ തന്നെ നമ്മൾ ഒരു സാധാരണ ലേഡീസ് ജെന്റ്സിനായാലും ഈ എന്തായാലും ഫോൺ കോളുകൾ മെസ്സേജ് ചെയ്തേ പറ്റും. ഒരു 10 മണി അല്ലെങ്കിൽ 9 മണി, അതിനുശേഷം അല്ലെങ്കിൽ 8 മണി നമ്മൾ കീപ്പ് ചെയ്യുക ടൈം. അല്ലെങ്കിൽ ഒരു 7 മണിക്ക് ശേഷം അല്ലെങ്കിൽ 8 മണിക്ക് ശേഷം ഉള്ള മെസ്സേജുകളോ കോളുകളോ കഴിയുന്നത്ര ഒഴിവാക്കുക കേട്ടോ. കാരണം ഇൻ കേസ് അതോ എമർജൻസി ആയിട്ട് ചെയ്തേ പറ്റുള്ളെങ്കിൽ ഒന്ന് പറയാം, ജസ്റ്റ് കോൾ ചെയ്ത് എനിക്ക് എമർജൻസി ചെയ്യേണ്ടത്, ഇങ്ങനെ കാര്യം വന്നിട്ടുണ്ട്, അതുകൊണ്ട് സംസാരിക്കുന്നത് പറയാം. ഇല്ലെങ്കിൽ ചിലപ്പോ നമ്മൾ എപ്പോഴും ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവരെ വീട്ടിലും ലേഡീസ് ജെന്റ്സിലോട്ട് അനാവശ്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ജെന്റ്സിന്റെ വീട്ടിലും ലേഡീസിന്റെ വീട്ടിലും വളരെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും ബിസിനസിന്റെ ആ ടീം തന്നെ, ആ ഓർഗനൈസേഷൻ നശിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് പറയാൻ കാരണം, നമ്മുടെ ബിസിനസ് നമ്മൾക്ക് എല്ലാവർക്കും സക്സസ് ആവാനുള്ള ബിസിനസ് ആണ്. അതുകൊണ്ട് ഈ കാരണ റൂൾസ് വളരെ പ്രധാനപ്പെട്ട എന്നുള്ള കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതുകൂടാതെ തന്നെ ഞാനിപ്പോ സാധാരണ നമ്മുടെ ഫിസിക്കൽ മീറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് ഇപ്പോ ഞാനൊരു ഫിസിക്കൽ മീറ്റിങ്ങിന് പോവാണ് ഒരു വീട്ടിലോട്ട്. ഓക്കെ, ഞാൻ വൈഫ് എന്റെ അശ്വിനി വരുന്നില്ല, അവരോട് ഞാൻ പറയണേ ഞാനൊരു ഫിസിക്കൽ മീറ്റിങ്ങിന് പോകുന്നുണ്ട്. അപ്പൊ എന്റെ ഫ്രണ്ടിന്റെ വൈഫാണ് എന്റെ ഡൗൺലൈറ്റ് വന്നത് കൂട്ടിക്കും. പക്ഷെ ഞാൻ അവളോട് പറയുന്നുണ്ട് പിന്നെ ആ ഫ്രണ്ട് വൈഫും കൂടി അവളും കൂടി വരുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ ഞാൻ എന്റെ വൈഫിന് അറിയാം ഞാൻ എവിടെ പോകുന്നതെന്ന്, എന്റെ ഫ്രണ്ടിനും അറിയാം വൈഫ് എന്റെ കൂടെയാണ് പ്ലാൻ വരുന്നതെന്ന് അറിയാം. പക്ഷേ ഇവിടെ സംഭവിക്കുന്ന എന്താണ്, ചിലപ്പോൾ ഞാൻ ബൈക്കിലോ കാറിലോ ആ വൈഫിന്റെ ഫ്രണ്ടിനാണ് പ്ലാൻ കൊടുക്കാൻ പോകുന്നത്. എന്താ സംഭവിക്കുക, ഞങ്ങൾ രണ്ടുപേരും ഒരു കാറിലോ ബൈക്കിലോ പോവാണ്. ആ സമയത്ത് എന്നിട്ട് വേറെ ഫ്രണ്ടിന്റെ വീട്ടിലോട്ട് കയറി ചെല്ലുകയാണ്. ആ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ ആ വീട്ടുകാർ ചോദിക്കും ഇത് ആരാന്ന് ചോദിക്കുമ്പോൾ ഫ്രണ്ടിന്റെ വൈഫാന്ന് പറയുമ്പോൾ ആ വീട്ടുകാരെന്താ വീട്ടുകാരുടെ വിചാരം എന്തായിരിക്കും അല്ലെ, വീട്ടുകാരെന്താ ഉദ്ദേശിക്കുക, അപ്പൊ എന്റെ വൈഫും അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡും ഇതുപോലെ ആയിരിക്കൂലേ, ഇവരും ഇതേ റിപ്പീറ്റ് ചെയ്യൂലേ എന്നൊരു തോന്നലുണ്ടാവും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. കാരണം നമ്മൾ നെഗറ്റിവിറ്റി, അതായത് നമ്മുടെ നെഗറ്റിവിറ്റി അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. മനസ്സിലായില്ലേ? ഇതൊക്കെ തീർച്ചയായിട്ടും നമുക്ക് പറയുമ്പോൾ ചിലപ്പോൾ പിന്നെ നമ്മളൊന്നും ചെയ്യുന്നവരല്ല, പക്ഷെ ഇത് നമ്മൾക്ക് എന്തായാലും ഇതൊക്കെ നമ്മൾക്ക് ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ ഒരു മൈൻഡിൽ വെച്ച് പറ്റുള്ളൂ. അതുകൂടാതെ നമ്മൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ കാര്യമാണ്, ഞാനും വൈഫും കൂടി പോവാണെങ്കിൽ കുഴപ്പമില്ല. ഞാനും വൈഫും പോകുന്നുണ്ട്, ഞാനും വൈഫും അതുപോലെ തന്നെ എന്റെ ഫ്രണ്ടിന്റെ വൈഫും ഫ്രണ്ടും, ഞങ്ങൾ രണ്ട് ഫാമിലി ആയിട്ടാണ്, രണ്ടുപേരും കൂടി ആയിട്ട് 4 പേരും ആണ് അവരെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോകുന്നത് പ്ലാൻ കൊടുക്കാനാണെങ്കിൽ. അവര് വളരെ സന്തോഷമായി, ഫാമിലി ഓറിയന്റഡ് ബിസിനസ് ആണ്. അപ്പൊ ഞങ്ങളുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ തന്നെ ഉണ്ട്. ആ പോസിറ്റീവ്
പോസിറ്റീവ് വൈബ് അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ തീർച്ചയായിട്ടും ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഞാൻ ആദ്യം പറഞ്ഞ നെഗറ്റിവിറ്റി നമ്മൾ ഇതിലോട്ട് കൊണ്ടുവരാൻ കൊണ്ടുവരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇല്ലെങ്കിൽ നമ്മൾക്ക് ഇപ്പോ ജെൻസ് പോയിട്ട് അവിടെ പ്ലാൻ കൊടുക്കാം കേട്ടോ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോ ഞാൻ പറയുന്നത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കീപ്പ് ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലെ ഐശ്വര്യവും അല്ലെ സന്തോഷം തന്നെയാണ്. അതിന് യാതൊരു ഇതുമില്ല. നമ്മൾക്ക് ഈ നമ്മുടെ എല്ലാ ദിവസവും ഈ ഹാർഡ് വർക്ക് ചെയ്യുന്നതും അതിന് വേണ്ടിയിട്ട് തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോ നമ്മൾ രണ്ടാമത്തെ പോയിന്റ് ആയ ഡു നോട്ട് കീപ് റിലേഷൻ വിത്ത് സ്പൗസ്, അപ്പോ മനസ്സിലായി കാണണം എന്ന് തോന്നുന്നുണ്ട്. നെക്സ്റ്റ്, ഡു നോട്ട് ഡു എനി ഫിനാൻഷ്യൽ ഡീൽ വിത്ത് എനിബഡി ഇൻ ദ നെറ്റ്വർക്ക്. ഇത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നമ്മൾക്ക് പറയുമ്പോൾ വളരെ എനിക്ക് ഇതൊന്നും ഇല്ലാതെ എങ്ങനെ ചെയ്യും എന്നൊരു തോന്നലുണ്ടാവും അല്ലെ? തീർച്ചയായിട്ടും ഉണ്ടാവും. എനിക്ക് ഇപ്പൊ ഞാനൊരു പുതിയ വ്യക്തിയാണെങ്കിൽ എനിക്കും പിന്നെ ചിലൊരു ഫീൽ ഉണ്ടാവാം. കാരണം നമ്മുടെ ഒരു ക്യാഷ് ട്രാൻസാക്ഷനും ഇല്ലാതെ എങ്ങനെയാണ് ബിസിനസ് ചെയ്യുക? ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒന്നും സാധനങ്ങളോ പർച്ചേസ് ചെയ്തൊന്നല്ല. നമ്മൾ നമ്മുടേതായ ബിസിനസ് ആണ് ചെയ്യുന്നത്. നമ്മൾ ഓൺലൈൻ പർച്ചേസ് ഒക്കെ ചെയ്യുന്നുണ്ടാവാം, നമ്മുടെ ഓഫ്ലൈന് അല്ലെങ്കിൽ നമ്മുടെ DLCP പർച്ചേസും DLCPയിലോട്ട് ക്യാഷ് ഗൂഗിൾ പേ ഒക്കെ ചെയ്യുന്നുണ്ടാവാം. അതല്ല ഉദ്ദേശിച്ചത്. നമ്മുടെ ടീമിനകത്തുള്ളവരുമായിട്ടുള്ള ക്യാഷ് ഡീലിംഗ് ഒരിക്കലും അംഗീകരിക്കുന്നതല്ല. കാരണം അത് നമ്മുടെ ബിസിനസ്സിന് ക്രാക്ക് ഉണ്ടാക്കും. മാത്രമല്ല അത് ഫുള്ളി ബ്രോക്കൺ ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇപ്പോൾ ഒരാൾ നമ്മുടെ കൂടെ വന്ന ഒരാള് ചോദിക്കുകയാണ് കാശ് എന്തെങ്കിലും ഒരു 1000 2000 അല്ലെങ്കിൽ 500 കാശ് ചോദിക്കുമ്പോൾ നമ്മൾ പറയാം ഇത് വിന്നിംഗ് ടീമിന്റെ കാഡ്ന റൂൾസിന് എതിരാണ് ഞാൻ കാശ് ചോദിക്കുന്നതും കാശ് തരുന്നതും. ഓക്കെ, തീർച്ചയായിട്ടും അങ്ങനെ പറയാം. അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. തീർച്ചയായും നമ്മൾ കാശ് ട്രാൻസാക്ഷൻ ലാസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾക്ക് ഒരു സാധാരണ ഒരു 10 പേര് കൂടുമ്പോൾ നമ്മുടെ ഒരു പ്രത്യേകത ഒരു ചിട്ടി വെക്കുക അല്ലെ? ചിട്ടി ഒരു 10 ആൾ, ആ ചിട്ടിയെ പിന്നെ അതുപോലുള്ള ക്യാഷ് ട്രാൻസാക്ഷനും അലൗഡിലല്ല. മനസ്സിലായില്ലേ? അപ്പോ സാമ്പത്തിക റോളിംഗ് എന്ന് പറയുന്നത് ഇതിവിടെ വലിയൊരു പിന്നെ എന്താ പറയാ ഇല്ലീഗൽ ആയിട്ടുള്ള പിന്നെ ആക്ടിവിറ്റി എന്ന് പറയാൻ നമുക്ക് സാധിക്കും. അതുകൂടാതെ നമ്മുടെ എക്സാമ്പിള് നമുക്ക് കുറച്ച് പ്രൊഡക്റ്റ് ആവശ്യമാണ്. നമ്മുടെ അപ്ലയൻസോട് പറയുന്നത് എനിക്ക് കുറച്ച് പ്രൊഡക്റ്റ് വളരെ ആവശ്യമാണ്, നിങ്ങൾ ഒന്ന് പേ ചെയ്യാൻ ഞാൻ അടുത്ത മാസം കാശ് തരാം. പക്ഷെ അത് ശരിക്കും അപ്ലൈന് നോ പറയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം. കാരണം ഡൗൺ ലൈൻ പോകുമോ എന്നുള്ളത്. ഓക്കെ ഡൗൺ ലൈനോടൊപ്പം നോ പറയുകയാണെങ്കിൽ ഡൗൺ ലൈൻ വെച്ച് തീർച്ചയായിട്ടും ഫീൽ ആവും. അപ്പൊ അവിടെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അപ്ലൈൻ തീർച്ചയായിട്ടും പറഞ്ഞിരിക്കണം ഇത് വിന്നിംഗ് ടീമിന്റെ റൂൾസ് ആണ്, കാരണം റൂൾസ് പ്രകാരം ക്യാഷ് ട്രാൻസാക്ഷൻ പാടില്ല. ഡൗൺ ലൈനും അത് അറിഞ്ഞിരിക്കണം. തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെയുള്ള ഒരു പിന്നെ ട്രാൻസാക്ഷനിലൂടെ നമ്മൾ പോയിന്റ് അച്ചീവ് ചെയ്യാനോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി കാശ് ഒരിക്കലും നമ്മൾ അതിലോട്ട് ചെയ്യരുത്. അതുകൂടാതെ നമ്മൾ എവിടെ ഈ അപ്ലൈൻ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻ പോയി കഴിഞ്ഞാൽ അറിയാം, നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് ടിക്കറ്റുകൾ അപ്ലൈൻ്റെ തന്നെ ഉപയോഗിക്കുന്നതായിട്ട് കാണാം. അപ്പൊ തീർച്ചയായിട്ടും കാശ് മറ്റുള്ളവരുടെ കാശുകൾ റോളിംഗ് തീർച്ചയായിട്ടും ചെയ്യരുത്. അതുപോലെ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷന് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ വലിയ കൂട്ടത്തിലിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചപ്പോഴേക്കും നമ്മൾ പിന്നെ കാശ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഷെയർ ചെയ്ത് തന്നെ കൊടുക്കണം. നമ്മുടെ അപ്ലൈൻ ഉണ്ടല്ലോ, അപ്ലൈൻ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് വെച്ചാല് അപ്ലൈന് എല്ലായിടത്തും അപ്ലൈൻ കാശ് കൊടുത്ത് അപ്ലൈനിൽ ഒന്നും സേവിങ് പിന്നെ കാണത്തില്ല. മനസ്സിലായില്ലേ? നമ്മുടെ അപ്ലൈൻ ഡൗൺ ആയി കാണുന്നത് നമുക്ക് ഒരാൾക്കും ഇഷ്ടപ്പെട്ട് കാണൂല. അപ്പൊ തീർച്ചയായിട്ടും അപ്ലൈന്റെ കയ്യിൽ കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു സാമ്പത്തികം കാണത്തില്ല. കാരണം ഓരോ പ്രോഗ്രാമിന് പോലും സ്പെൻഡ് ചെയ്യുന്ന അപ്ലൈൻ ആണ്. തീർച്ചയായിട്ടും നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ചിലപ്പോ ഒരു മീറ്റിംഗ് ഹാളിന്റെ പ്രൈസ് 500 രൂപീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ അത് നമ്മൾ 10 20 ആളായിട്ടും ഷെയർ ചെയ്തെടുക്കണം. 500 അല്ലേ അപ്ലൈൻ കൊടുക്കട്ടെ എന്നൊരു മൈൻഡ് സെറ്റോട്ട് ഒരിക്കലും പോകരുത്. ഇതിന്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കൊണ്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് വളരെ ഒരു ഫാസ്റ്റ് ഇംപ്രൂവ്മെന്റ് നമുക്ക് കാണുന്നതായിരിക്കും. നെക്സ്റ്റ്, നാലാമത്തെ പോയിന്റ്, ഡു നോട്ട് ഡിസ്കസ് യുവർ ബിസിനസ് ആൻഡ് നെഗറ്റീവ് യുവർ ഡൗൺ ലൈൻ ഓർ ക്രോസ് ലൈൻസ്. നമുക്കറിയാം ഈ പഴയ ആൾക്കാർക്ക് ഡൗൺ ലൈൻ ക്രോസ് ലൈൻ എന്താക്കാന്നല്ലേ അറിയാം അല്ലെ? ഡൗൺ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ കൂടെ വന്ന നമ്മുടെ താഴെയായിട്ട് അസോസിയേറ്റ് ചെയ്തവരാണ്. ചിലപ്പോൾ നമുക്ക് 5 6 ഓർഗനൈസേഷൻ ഉണ്ടാവാം. അവർ താഴെയുള്ളവരൊക്കെ നമ്മൾ ഡൗൺ ലൈൻ ആണ്.
മനസ്സിലായില്ലേ? ക്രോസ് ലൈൻ എന്ന് പറയുന്നത് നമ്മളെ കൊണ്ടുവന്ന ആൾക്കാരെ കൊണ്ടുവന്ന അപ്ലൈന്റെ മറ്റുള്ള ലെഗുകളെയാണ് ക്രോസ് ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ ഒരിക്കലും നമ്മൾ അപ്ലൈനോ ഡൗൺ ലൈനോ ഒരു നെഗറ്റീവ് ഒരിക്കലും ഷെയർ ചെയ്യരുത്. കാരണം നമ്മുടെ ബിസിനസിനെ വളരെയധികം ബാധിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എന്തേലും നെഗറ്റിവിറ്റി ഫീൽ ആവുന്നുണ്ടെങ്കിൽ അപ്ലൈനോട് ഷെയർ ചെയ്യാം. അത് പോയിട്ട് ഡൗൺ ലൈൻ നമ്മുടെ താഴെ അസോസിയേറ്റഡ് ആയിട്ട് ഒരിക്കലും ഷെയർ ചെയ്യരുത്. നമ്മുടെ അപ്ലൈന്റെ മറ്റ് ലെഗുകളായിട്ട് യാതൊരു കാരണവും ഷെയർ ചെയ്യുക. കാരണം അപ്ലൈന്റെ ബിസിനസിനെ ബാധിക്കും ക്രോസ് ലെഗിലോട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ നമ്മൾ താഴോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ തന്നെ സ്വന്തം ബിസിനസിനെ ഇരിക്കുന്ന കമ്പ് വെട്ടുക എന്ന് പറയുന്നില്ലേ, ഇരിക്കുന്ന കമ്പ് വെട്ടുന്ന പറയുന്നില്ല, അത് സംഭവിക്കും അവിടെ. കാരണം ഇത് രണ്ടും ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നതാണ് നമുക്ക് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കാണാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പ്ലാൻ പ്രസന്റേഷൻ നമ്മുടെ ഒരാൾ പറയുന്നുണ്ട്, എനിക്ക് ഇന്നത്തെ ഇൻകം ബോണസ് വന്നിട്ടുണ്ട്, ബോണസ് എനിക്കൊരു 5000 വന്നുള്ളൂ. അപ്പൊ നമ്മുടെ പ്ലാൻ പ്രസന്റേഷൻ എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു ബ്രോൺസ് ഡയറക്റ്റ് ആയി കഴിഞ്ഞാൽ 10,000 ഒക്കെ കിട്ടും എന്നുള്ളത്. പക്ഷെ അവര് ഫുള്ളായിട്ട് കേട്ടില്ല. 10,000 കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ 8,000 കിട്ടണമെങ്കിൽ 6,000 കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അപ്ലൈൻ. അതൊന്നും ശ്രദ്ധിക്കൂല. അത് ശ്രദ്ധിക്കാതെ നമ്മൾക്ക് എനിക്ക് 1000 രൂപയിൽ 100 രൂപ കുറഞ്ഞു വന്നു എന്നുള്ളത് ക്രോസ് ലൈനിലും പാസ് ചെയ്യും, ഡൗൺ ലൈനിലും നമ്മുടെ പാസ് ചെയ്യും. അവിടെ വളരെ വലിയൊരു ഫ്ലോപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കൺഫ്യൂഷൻ ഉള്ള ഡിസ്കഷൻ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. അങ്ങനെയുള്ള കൺഫ്യൂഷൻ ചെയ്യുന്നത് അപ്ലൈനോട് മാത്രമായിരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ ബിസിനസ്സിൽ, കോണ്ടാക്ട് അപ്ലൈൻ കേട്ടോ. എപ്പോഴും ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ ആദ്യം പറയണത്, നമ്മൾ ഒരിക്കലും ഇരിക്കുന്ന കമ്പ് മുറിക്കരുത്. നമ്മൾ വലിയൊരു മരത്തിന്റെ മനസ്സിലായില്ലേ, കമ്പൊക്കെ മുറിച്ച് കഴിഞ്ഞ് ലാസ്റ്റ് എല്ലാം കൊളായതിനു ശേഷമാണ് നമ്മൾ അപ്ലൈൻ്റെ അടുത്ത് പോകുന്നത്. അതായത് നമ്മുടെ മഴ മൂർച്ച കൂട്ടാൻ പോകുന്നത്. എനിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതുകൊണ്ട് ഒരു കാര്യവും സംഭവിക്കാൻ പോകുന്നത് നമുക്ക് തന്നെയാണ് നഷ്ടം, അല്ലെ? നമ്മുടെ എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നാൽ എഗെയിൻ പറയണം, അപ്ലൈനുമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, വളരെ നെഗറ്റിവിറ്റി ഫീൽ ആവുന്നുണ്ട് മൈൻഡിന്, നെഗറ്റിവിറ്റി ഫീൽ ആവുന്നു, ആകെ കൺഫ്യൂഷൻ, ആകെ നമ്മുടെ ക്രാഷ് മൈൻഡ്, എന്താ ചെയ്യേണ്ടെന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. ആ സമയത്താണ് നമ്മൾ സാധാരണയായിട്ട് ഡൗൺ ലൈനിലോട്ടും ക്രോസ് ലൈനിലോട്ടും നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുന്നത്. പക്ഷെ അത് അവോയ്ഡ് ആക്കി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അതിനെ അവോയ്ഡ് ആക്കാൻ, അതിനെ പിന്നെ മറികടക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റെഗുലർ ആയിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം. പോസിറ്റീവ് കാര്യങ്ങൾ നമ്മളോട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ കിട്ടും. അതുകൂടെ നമുക്ക് ഒരുപാട് അറിവുകൾ ഇവിടുന്ന് എടുക്കാൻ പറ്റും. അതുപോലെ സിസ്റ്റം ഫോളോ ചെയ്യാം, റെഗുലർ ആയിട്ട് സിസ്റ്റം ഫോളോ ചെയ്യുക. എന്താണ് സിസ്റ്റം എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മുടെ വിസ്റ്റേജ് ബിസിനസ്സുമായിട്ടാണ്, ബിസിനസ് കമ്പനിയുടെ പിന്നെ ഇത് ആയിട്ടാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ നമ്മുടെ ഈ ബിസിനസ് സിസ്റ്റം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റമാണ് വിന്നിംഗ് ടീം എന്നുള്ളത്, അല്ലെ? വിന്നിംഗ് ടീം എന്ന ഓർഗനൈസേഷൻ ഉണ്ടാക്കിയിട്ട് നമുക്ക് ബിസിനസ് സിസ്റ്റം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അതിലായിട്ടാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും, മിറാക്കിൾ മോർണിംഗ് അറ്റൻഡ് ചെയ്യുക, പ്ലാൻ പ്രസന്റേഷൻ പറ്റുന്നത് അറ്റൻഡ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ NDO പ്രോഗ്രാം, ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ടല്ലോ, പ്രൊഡക്റ്റ് സെഷൻസ്, ഇതൊക്കെ അറ്റൻഡ് ചെയ്യുക. ഇതന്നെ സിസ്റ്റം. നമ്മൾ ഇതൊക്കെ നമ്മൾ ഒരാൾ ഇതിലോട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ, ഈ മീറ്റിങ്ങുകളായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ, അത് സിസ്റ്റം കണക്ട് ആയി, അദ്ദേഹം സിസ്റ്റമായിട്ട് വർക്ക് ചെയ്യും. പിന്നെ അദ്ദേഹത്തിന് നമ്മൾ ഡെയിലി പോയിട്ട് ഒരു ടീച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് സിസ്റ്റം എന്ന്. ഞാൻ സിസ്റ്റം ഫോളോ ചെയ്യുന്ന പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്ര കാര്യങ്ങൾ പറഞ്ഞത്. എന്താണ് സിസ്റ്റം എന്നുള്ളത് മനസ്സിലായില്ലേ? റെഗുലർ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക, അതിന് ഇതിന്റെ വലിയ സിസ്റ്റം എന്ന് പറയുന്നത്. ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ടീം ഇമ്പ്രൂവ് ആവുന്നതായി കാണാം. പക്ഷേ ഈ ക്രോസ് ലൈൻ ഡൗൺ ലൈൻ നെഗറ്റിവിറ്റി ഷെയറിങ് വളരെ അപകടകരമാണ്. അതുപോലെ റെഗുലർ CAP എന്തായാലും നമ്മൾ അറ്റൻഡ് ചെയ്യാം. അപ്പൊ അതിൽ വളരെ ഒരു പിന്നെ വളരെ പോസിറ്റീവ് വരും. പക്ഷെ പിന്നെ വേറെ റെഗുലർ ആയിട്ട് പേഴ്സണൽ PV ഒക്കെ ചെയ്യാം. കാരണം നമ്മുടെ ബിസിനസ് ആണ്, നമ്മൾ റെഗുലർ ആയിട്ട് നമ്മൾ വീട്ടിലേക്കുള്ള സാധനങ്ങൾ പോലും ഉപയോഗിക്കാതെ വ്യക്തിയാണെങ്കിൽ, റെഗുലർ PV പോലും ചെയ്യാത്ത ഒരാൾക്കാണെങ്കിൽ വളരെ നെഗറ്റിവിറ്റി തീർച്ചയായിട്ടും ഉണ്ടാവും, അല്ലോ? അതുപോലെ തന്നെ നമ്മൾ ഒരു മെന്റർ തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടായിരിക്കണം. മെന്റർ എന്ന് പറയുന്നത് ഗുരു അല്ലേ? ഗുരുവാണ്. നമ്മുടെ കൊണ്ടുവന്ന അപ്ലൈൻ തന്നെ ആണെന്നില്ല, മനസ്സിലായില്ലേ? ഇപ്പൊ എന്നെ കൊണ്ടുവന്ന അപ്ലൈൻ ഈ ബിസിനസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാത്ത കാരണം അദ്ദേഹം ഇവിടെ ഇല്ല, ഈ ബിസിനസ്സിലോട്ട് ഇല്ല. പക്ഷെ അതിന് മുകളിൽ ആക്റ്റീവ് അപ്ലൈന് ഞാൻ തെരഞ്ഞെടുത്തു, എന്റെ മെന്ററായിട്ട് അവർ തെരഞ്ഞെടുത്തു. എന്റെ ബിസിനസിനെ ഞാൻ എന്ത് ചെയ്യുന്നതോ അവർ ചോദിച്ചിട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്കൊരു മെന്റർ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് അതിന്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ അപ്ലൈൻ തരുന്ന ഇൻസ്ട്രക്ഷൻ മാത്രം ഫോളോ ചെയ്യുക. അപ്ലൈൻ പറഞ്ഞാൽ മാത്രമേ മറ്റൊരു വ്യക്തിയുമായിട്ട് നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമുക്ക് ഒരു
അപ്ലൈൻ്റെ ഒരു ക്രോസ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. ചിലപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനായിരിക്കും, അപ്ലോഡ് പെർമിഷൻ ചോദിക്കുക, എനിക്ക് ഇന്ന ആളുമായിട്ട് സംസാരിക്കണം, ഒരു പ്രൊഡക്റ്റിന് ഡൗട്ട് ചോദിക്കാം. ഓക്കെ, അപ്ലൈൻ അറിഞ്ഞിരിക്കണം, അപ്ലൈനോട് പറഞ്ഞ് സംസാരിക്കാം, ഒരു കുഴപ്പമില്ല. ബിസിനസിനെ കുറിച്ച് സംസാരിക്കാൻ പാടുള്ളൂ, മറ്റുള്ള കാര്യങ്ങളും പറഞ്ഞ് അദ്ദേഹത്തെ വിഷമിപ്പിക്കരുത്. നിങ്ങളുടെ ബിസിനസ് എങ്ങനെയുണ്ട്, എങ്ങനെയാണ്, പിന്നെ എത്ര പേര് ഇപ്പൊ നിങ്ങൾക്ക് ജോയിൻ ആയിട്ടുണ്ട്, നിങ്ങൾ ബിസിനസ് ഒക്കെ നല്ല ഒരു രീതിയിൽ പോകുന്നുണ്ട് അല്ലേ, പിന്നെ ഇല്ലെങ്കിൽ പിന്നെ എന്റെ ബിസിനസ് നല്ല പോകുന്നത്, നിങ്ങളുടെ ബിസിനസ് എങ്ങനെയുണ്ട്, ആ ഒരിക്കലും നിങ്ങളുടെ പിന്നെ ആരോടും ചോദിക്കരുത്. അപ്ലൈൻ ഡൗൺലൈൻ ക്രോസ് ലൈനൊന്നും ഒരിക്കലും ഡൗൺലോഡ് ചോദിക്കാം, ക്രോസ് ലൈനോടൊന്നും ആ ക്വസ്റ്റ്യൻ ഒരിക്കലും ചോദിക്കരുത്, വളരെ തെറ്റാണ്. അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈന്റെ സപ്പോർട്ട് കുറഞ്ഞു വരുന്നതായി കാണും കേട്ടോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അധികം ഇമ്പോർട്ടൻസ്, നമ്മുടെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നെക്സ്റ്റ്, ഡു നോട്ട് ഡു എനിത്തിങ് ഫസ്റ്റ് ടൈം വിത്തൗട്ട് ചെക്കിംഗ് വിത്ത് യുവർ അപ്ലൈൻസ്. അല്ലെ, നമ്മൾക്ക് പലപ്പോഴും നമ്മൾ മനുഷ്യന്മാരാണ്, ഒരുപാട് ഐഡിയ ഉസ്താദക്കന്മാരാണ് അല്ലെ, നമ്മൾ ഒരുപാട് ഐഡിയ നമുക്ക് കിട്ടും അല്ലെ. ഐഡിയാസ് നമ്മൾ ഒരിക്കലും ഇവിടെ പ്രയോഗിക്കരുത്. അതാണ് ഇവിടെ വിന്നിംഗ് ടീം ഉള്ളത്. വിന്നിംഗ് ടീമിന്റെ പിന്നെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും നമ്മളത് സ്കിപ്പ് ചെയ്യരുത് ബിസിനസ്. കാരണം ബിസിനസ് നമ്മുടെ ഐഡിയ കൊണ്ടുപോകുമ്പോൾ അവിടെ സ്കിപ്പ് ചെയ്യുന്നതിന് തുല്യമാണ്. കാരണം ഒരു സിസ്റ്റം എന്തേലും നമ്മൾ ഐഡിയാസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് അപ്ലൈ ആയിട്ട് കോൺടാക്ട് ചെയ്യാം. എനിക്ക് ഇങ്ങനെ ഐഡിയ ഉണ്ട്, ഞാൻ ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കട്ടെ. അപ്ലൈൻ പറയും, എടോ കുഞ്ഞ്, ഞാൻ ഇത്രയും വർഷമായി ബിസിനസ് ഉണ്ട്, കാരണം ഞാൻ ഇത്രയും ഫെയിലർ ആയിട്ടാണ് ഞാൻ ഇവിടെ ഈ നിലയിൽ എത്തിയത്. അതുകൊണ്ട് നിങ്ങളെ എനിക്ക് വളരെ പെട്ടെന്ന് സക്സസ് ആക്കാൻ പറ്റും. കാരണം ഞാൻ ഫെയിൽ ആയടുത്ത്, ഞാൻ തോറ്റെടുത്തൊന്നും നിങ്ങൾ തോക്കില്ല ഇനി. അതുകൊണ്ട് നിങ്ങൾക്ക് അത്ര ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യാൻ പറ്റും. മനസ്സിലായി കാണുമല്ലോ അല്ലെ. അതായത് അപ്ലൈന് ഒരുപാട് ഫെയിലർ സംഭവിച്ചിട്ട് വന്നിട്ടുണ്ടാവാം, ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് വന്നിട്ടുണ്ടാവാം. അതുകൊണ്ട് നമ്മൾ ഈ പുതിയതായി വന്ന നമ്മൾക്ക് അപ്ലൈൻ അതൊക്കെ പറഞ്ഞു തരും. അത് ചെയ്താൽ ഫെയിൽ ആയി പോകും, അത് ചെയ്യാം. എല്ലാവർക്കും ഇൻസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അപ്ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആക്റ്റീവ് അപ്ലൈൻ അല്ലെങ്കിൽ മെന്റർ ആയിരിക്കാം കേട്ടോ. നമ്മുടെ മെന്ററായിട്ട് എടുത്തിരിക്കാം. അല്ലാതെ ഉറങ്ങി കിടക്കുന്ന അപ്ലൈനെ പോയിട്ട് നിങ്ങൾ കാര്യങ്ങളൊന്നും ചോദിക്കാതെ, അദ്ദേഹം ഒന്നും അറിയത്തില്ല കേട്ടോ. നമ്മളും അതുപോലെ ആയിപ്പോകും. അതുകൊണ്ട് അപ്ലൈൻ ചെയ്യാതെ പിന്നെ ഒരു കാര്യവും ചെയ്യരുത് കേട്ടോ. അപ്ലൈൻ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്ന 1-2 കാര്യങ്ങളുണ്ട് കേട്ടോ. ഹോം മീറ്റിംഗ് അറിയാലോ, നമ്മളിപ്പോ സാധാരണ ബിസിനസ് പ്ലാൻ കൊടുക്കാൻ വേണ്ടി ഹോം മീറ്റിംഗ് വെക്കാറുണ്ട്. ഒരു കുറച്ച് പേരെ നമ്മുടെ വീട്ടിൽ വിളിച്ചിട്ട് പ്ലാൻ കൊടുക്കുക. അത് ചിലപ്പോൾ അപ്ലൈൻ അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല. എന്നിട്ട് അപ്ലൈനോട് പറഞ്ഞാൽ മതി, ഞാൻ ഇത്ര ഒരു ഹോം മീറ്റ് വെച്ചിരുന്നു, ഇത്ര പേർക്ക് പ്ലാൻ കൊടുത്തു, ഇത്ര പേര് അസോസിയേറ്റ് ആയിരുന്നു, ഇത് ഇത്ര പോസിറ്റീവ് പിന്നെ എനർജി വന്നിട്ടുണ്ട് എനിക്ക് അതിലൂടെ, അതുപോലെ തന്നെ ഇത്ര ആൾക്കാർ അസോസിയേറ്റ് ചെയ്തു, അതൊക്കെ പറയുമ്പോൾ അതൊക്കെ നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഫേസ് ടു ഫേസ് മീറ്റിംഗ്, ഒരാളെ കണ്ടു, നമ്മൾ വഴി കണ്ടു, അപ്പൊ തന്നെ അപ്ലൈനെ വിളിക്കുകയാണ്, അപ്ലൈൻ ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട്, ഞാനൊന്ന് പ്ലാൻ കൊടുത്തോട്ടെ എന്ന് ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ കണ്ട പ്ലാൻ കൊടുക്കാം. പ്ലാൻ കൊടുത്തിട്ട് പിന്നെ അപ്ലൈനോട് പറയും, ഇങ്ങനത്തെ ആൾ വന്നിട്ടുണ്ട്, പ്ലാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓറിയന്റേഷൻ വേണ്ടി അവരുടെ കൂടെ ഇരുത്താം, അപ്ലൈൻ്റെ കൂടെയോ ഇരുന്നിട്ട് അവർക്ക് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. അത് ഓക്കെയാണ്. പക്ഷേ അപ്ലൈന് വലിയൊരു റോൾ ഉണ്ട് കേട്ടോ നമുക്ക്. കാരണം ഞാൻ പറഞ്ഞില്ലേ, അപ്ലൈൻ നമ്മുടെ വലിയ എന്തെങ്കിലും നമുക്ക് കുഴിയിൽ വീഴുന്നതിൽ നിന്ന് നമ്മളെ കരകയറ്റാൻ അപ്ലൈന് തീർച്ചയായിട്ടും സാധിക്കും. കാരണം അറിയാലോ അല്ലെ, ഞാൻ നേരത്തെ പറഞ്ഞു അപ്ലൈൻ എന്ന് പറയുന്നത് കുറച്ച് എക്സ്പീരിയൻസ് വ്യക്തിയായിരിക്കാം, നമ്മൾ കുറച്ച് ആക്റ്റീവ് അപ്ലൈന് കുറച്ച് എക്സ്പീരിയൻസ് വ്യക്തിയായിരിക്കാം, അതുപോലെ കുറെ കാര്യങ്ങൾ അറിയുന്ന വ്യക്തിയായിരിക്കാം. അപ്പൊ തീർച്ചയായിട്ടും അതിലോട്ട് നമ്മൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും ഫോളോ ചെയ്യുക. ഡു റൈറ്റ് യൂസ് ഓഫ് അപ്ലൈൻ. നമ്മൾക്ക് അപ്ലൈന്റെ അല്ലെ, നമ്മൾ നല്ല കാര്യത്തിന് ഉപയോഗിക്കാം, മോശം കാര്യത്തിന് ഉപയോഗിക്കാം അപ്ലൈനെ. മനസ്സിലായില്ലേ? നമ്മൾ ആരാണ് നല്ല കാര്യത്തിന് ഉപയോഗിക്കുന്നത് അവർക്ക് അപ്ലൈൻ കൂടുതൽ സപ്പോർട്ട് ചെയ്യും. ഒരു ആവശ്യമില്ലാതെ നമ്മൾ എന്തേലും ആർക്കോ വേണ്ടി ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ അപ്ലൈനെ നമ്മൾ മോശമായ കാര്യങ്ങൾ മിസ്യൂസും ചെയ്യും. പ്രോപ്പർ യൂസ് മിസ്യൂസ് എന്ന് പറയുന്നത് അല്ലെ, പ്രോപ്പർ ആയിട്ട് യൂസ് ചെയ്യണം, മിസ്യൂസ് ഒരിക്കലും ചെയ്യരുത്. കാരണം അപ്ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ മാർഗരേഖ വരയ്ക്കുന്ന ഒരാളാണ് അല്ലെ. നമ്മൾ ശരി എങ്ങനെ പോകണം, നമ്മൾ എങ്ങനെ പോകണം എന്നുള്ളത് നമുക്ക് പറയുന്നത്, നമ്മൾക്ക് ഒരു മെന്റർ കൂടി ആവശ്യമാണ്. അപ്പൊ ചിലപ്പോൾ മിക്ക ആൾക്കാരും നമ്മുടെ ഫസ്റ്റ് ആക്റ്റീവ് അപ്ലൈനെ തന്നെ മെന്ററായിട്ട് എടുക്കുകയായിരിക്കും അല്ലെ, അങ്ങനെ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതരേഖ വരിക്കുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും നമ്മൾ റെസ്പെക്ട് ചെയ്യണം. റെസ്പെക്ട് ചെയ്തുകൊണ്ടേ ആളെ കാണാൻ പറ്റുള്ളൂ. പിന്നെ പലപ്പോഴും ഞാനടക്കം സ്റ്റാർട്ടിങ്ങിൽ ചെയ്ത കാര്യമാണ്, ഒരുപാട് നമ്പറുകൾ സെലക്ട് ചെയ്തുകൊണ്ട് സാറേ ഇത് നമ്മുടെ കുറച്ച് നമ്പർ അയച്ചിട്ടുണ്ട്, എനിക്ക് പരിചയമുള്ള ആൾക്കാരാണ്, അവരൊക്കെ വിളിച്ചാൽ തീർച്ചയായിട്ടും വരും ബിസിനസ്സിലോട്ട്, സാറ് വിളിച്ചാൽ തീർച്ചയായിട്ടും വരും. കാരണം എനിക്ക് വിളിക്കാൻ മടിയാണ്, അത് സാറോ പറയാൻ പറ്റില്ല. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് അപ്ലൈനെ ഒരു കോൾ സെന്റർ
പരിപാടിയെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്ലൈൻ എപ്പോഴും കോളിലായിരിക്കാം. കാരണം ഓരോ ഡൗൺലൈനും കൊടുക്കുമ്പോൾ നോ പറയാൻ പറ്റാത്ത അവസ്ഥയുമാണ്. തീർച്ചയായിട്ടും അത് ചെയ്യരുത്. നമ്മൾ നമ്മുടെ പിന്നെ പുതിയ ആൾക്കാരെ നമ്മുടെ ഈ ബിസിനസ് സിസ്റ്റമായിട്ട് കണക്ട് ചെയ്യാൻ നമ്മുടെ കടമയാണ്. അതിനുശേഷം നമ്മൾ അപ്ലൈനായിട്ട് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും അതുപോലുള്ള ഒരു ചെയ്യരുത്. നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ ജീവിതത്തിൽ നമ്മൾ മാർഗരേഖ വരയ്ക്കുന്ന ഒരു വ്യക്തിത്വം ആയിട്ട് തന്നെ അദ്ദേഹത്തിനെ കണ്ടിരിക്കണം. അതുപോലെ അതുകൂടാതെ നമ്മുടെ ടീമിൽ ഒരു 8% ആയി 10% 12% ഒക്കെ ആയി സാറേ ഒരു 10% വന്നിട്ടുണ്ട് ഒരു പോസ്റ്റർ. അടുത്ത ടീമിൽ നിന്ന് ഒരു സാറേ ഈ നമ്മുടെ അപ്ലൈന് വർക്ക് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. ഈ പോസ്റ്ററും കോളും അതുമായിട്ട് അദ്ദേഹം ഡൗൺ ആയി പോകുന്നത് കാണാം. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അപ്ലൈന്റെ ഉയർച്ച ആണ് നിങ്ങൾ ഉയർച്ച. അപ്പോൾ അതിന് യാതൊരു കാരണവശാലും അപ്ലൈന് യാതൊരുവിധ അനാവശ്യമായിട്ടില്ല, നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. അനാവശ്യമായിട്ടുള്ള ലോഡുകൾ ഒരിക്കലും ചെയ്യരുത് കൊടുക്കരുത് എന്നാണ് നമുക്ക് ഈ കാര്യത്തിൽ ഇവിടെ പറയാനുള്ളത്. കാരണം ഇതില് മെയിനായിട്ട് അറിയാലോ, നമ്മള് 4 ബേസിക് ഒക്കെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യണം. കാരണം ഇതില് നമുക്ക് ബിസിനസ് വന്ന ഉടനെ ഒരുപാട് കാര്യങ്ങൾ ഫോളോ ചെയ്യാനുണ്ട്. 4 ബേസിക്സ് ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇതൊന്നും ചെയ്യൂല ഒരിക്കലും. കാരണം അവർ തന്നെ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അപ്ലൈന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്ലൈനോട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ അനാവശ്യമായിട്ട് ഒരിക്കലും അപ്ലൈന്റെ ഉപയോഗിക്കരുത് കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും സക്സസ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ അപ്ലൈന്റെ കൂടെ തന്നെ നിന്നിരിക്കണം. കാരണം നമ്മുടെ ഒരു ആരാധിക്കുന്ന വ്യക്തിയായി മാറണം. ആരാധിക്കുന്നത് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ ചിലപ്പോൾ ആക്ട്രസ് അല്ലെങ്കിൽ ആക്ടർ ഏതെങ്കിലും നമ്മുടെ ആക്ടേഴ്സ് അല്ലെങ്കിൽ മമ്മൂട്ടിയോ മോഹൻലാലോ അതുപോലെ തന്നെ നമ്മുടെ ഷാരൂഖ് അവരെ അറിയില്ലേ, അതുപോലെ ഒരു നമുക്ക് സിനിമ കാണുമ്പോൾ അവർക്ക് ഇത് കാണത്തില്ലേ ഫീല്, നമുക്ക് ആരാധിക്കുന്ന അതുപോലെ ആയിട്ടൊരു റെസ്പെക്റ്റഡ് പേഴ്സൺ ആയിട്ട് തീർച്ചയായിട്ടും വെച്ചിരിക്കണം അപ്ലൈനെ. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമുക്ക് എന്താ അത് കാര്യം എന്ന് വെച്ചാൽ അപ്ലൈൻ തിരിച്ച് റെസ്പെക്ട് ഇങ്ങോട്ടും കിട്ടും. മനസ്സിലായില്ലേ? ആ റെസ്പെക്ട് നമ്മൾ നേടിയെടുത്തുകൊണ്ട് നമുക്ക് ബിസിനസ് വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യാൻ പറ്റും. അപ്പോ അടുത്ത നമുക്ക് ടൈം കുറച്ച് പോകുന്നുണ്ട്, ഫാസ്റ്റ് ആയി പോകുന്നുണ്ട്. ഡു റൈറ്റ് യൂസ് ഓഫ് സോഷ്യൽ മീഡിയ അടുത്ത പോയിന്റ് ആണ്. നമുക്ക് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യും അല്ലെ? മിക്ക ആൾക്കാരും ബിസിനസ് ഗ്രോ ചെയ്യാൻ വേണ്ടി സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറുണ്ട്. അത് വളരെ കാര്യമാണ്. പക്ഷെ അത് യൂസ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മൾ പോസിറ്റീവ് എന്ന് പറയുന്ന പല കാര്യങ്ങളും അത് നെഗറ്റീവിലോട്ട് പോകാനുള്ള വളരെ കാര്യമുണ്ട്. കാരണം സോഷ്യൽ മീഡിയ ഡിസിപ്ലിൻ എന്നുള്ളൊരു സംഭവം നമ്മൾ തീർച്ചയായിട്ടും അത് കീപ്പ് ചെയ്യണം അല്ലെ? നമ്മള് ഡയറക്ട് സെല്ലിംഗ് സോഷ്യൽ മീഡിയ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട് മിക്ക ആൾക്കാരും ചെയ്യുന്നത് അല്ലെ? പിന്നെ പല ഇത് കണ്ടാൽ നമുക്ക് അറിയാം. സോഷ്യൽ മീഡിയയിൽ പല കാര്യങ്ങളും പിന്നെ നിങ്ങൾ കേട്ട ഒരു എക്സാമ്പിൾ തന്നെ ആയിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. എന്നാലും പുതിയ ആൾക്കാർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും. നമ്മുടെ സോഷ്യൽ മീഡിയ കാണാം, എല്ലാവർക്കും റീച്ച് കിട്ടാൻ വേണ്ടി ആൾക്കാരെ പിന്നെ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യുന്ന, അതായത് കാണാം ഇതിൽ ഹെഡർലൈൻ എന്ന് പറയുന്നത് പിന്നെ മഞ്ജു വാര്യർ കല്യാണം കഴിക്കാൻ പോകുന്നുണ്ടോ, കല്യാണം കഴിക്കുമോ എന്നുള്ളൊരു ഇതായിരിക്കും. പക്ഷെ അത് ഇതിൽ കൂടുതൽ അറിയാം ഇതിൽ ക്ലിക്ക് ചെയ്യാം എന്നുള്ളൊരു ഇത് കാണാമായിരിക്കും അല്ലെ? നിങ്ങൾ കേട്ട ഉദാഹരണങ്ങളായിരിക്കും. എന്നാലും ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ പറയും ഇപ്പോ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ചെറിയ സിമ്പിൾ, ചിലപ്പോ ഉദ്ദേശിക്കുന്ന അതുപോലെ വാർത്തയായിരിക്കും ഉണ്ടാവുക. കാരണം അവിടെ അദ്ദേഹത്തിന് നെഗറ്റീവ് ഉണ്ടാക്കി. പക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ എന്താണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് വളരെ വ്യക്തത ഉണ്ടായിരിക്കണം. മറ്റാരെങ്കിലും ചെയ്ത കാര്യത്തിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ സിമ്പിൾ ആയിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ നോക്കി വരുന്നവർ അവിടെ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ കാര്യമാണുണ്ട് അല്ലെ? തീർച്ചയായിട്ടും. കാരണം നമ്മുടെ അതുപോലെ സ്റ്റാറ്റസ് വെക്കുമ്പോഴും നിങ്ങൾ ചെയ്ത കാര്യമാണ് സ്റ്റാറ്റസ് വെക്കുകയാണെങ്കിൽ അത് നോക്കുന്നവർ നിങ്ങളുടെ കോൺടാക്ട് ലിസ്റ്റുകളിലായിരിക്കും അല്ലെ? അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്നവരായിരിക്കും. തീർച്ചയായിട്ടും അതിനെ അവർ പോസിറ്റീവ് ആയിട്ട് തന്നെ നടക്കും. നമ്മൾ ഒരുപാട് വേറെ ആൾക്കാരൊക്കെ ചെയ്ത കാര്യങ്ങൾ സ്റ്റാറ്റസ് വെക്കാറുണ്ട്. അതിനേക്കാളും വെരി ഇമ്പോർട്ടന്റ് വരുന്നത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ, നമ്മൾ പെർഫോമൻസ്, നമ്മുടെ വോയിസ് ഒക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതിന് വളരെ ഒരു പോസിറ്റിവിറ്റി കാണും. നമ്മൾ പലപ്പോഴും പ്ലാൻ പ്രസന്റേഷന്റെ ചിലപ്പോൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ വോയിസുകൾ ഷെയർ ചെയ്യുന്നത് കാണാം. അപ്പൊ അതിനേക്കാളും പിന്നെ നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ വോയിസിലായിരിക്കാം. പക്ഷെ അവർക്ക് ആ ഫീലിംഗ്, ആദ്യം കിട്ടിയ ഫീലിംഗ് പിന്നെ രണ്ടാമത് കിട്ടൂല. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അതിൽ നിന്ന് ഡിറ്റാച്ച് ആയി കാണാം അല്ലെ? പറ്റുമെങ്കിൽ അതിലുള്ള വോയിസുകൾ ആരെങ്കിലും അയക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം വോയിസിന് ക്രിയേറ്റ് ചെയ്തിട്ട് അയക്കുക. സംസാരിക്കുമ്പോൾ സ്വന്തമായിട്ട് സംസാരിക്കുക. അപ്പോ ഇതൊക്കെ നമ്മൾ തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പറ്റാവുന്ന പിന്നെ വിന്നിംഗ് ടീമിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, കേരള ഗ്രൂപ്പ്, അതൊക്കെ പറ്റുമെങ്കിൽ അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലൊക്കെ നമുക്ക് ജോയിൻ ചെയ്ത് ഒരുപാട് നോളജുകൾ, നമുക്ക് അറിവുകൾ പിന്നെ നേടിയെടുക്കാൻ ശ്രമിക്കുക സോഷ്യൽ മീഡിയയിലൂടെ. അപ്പൊ അതും വെബ് സൈറ്റുകൾ ഉണ്ടല്ലോ, ഇതിന്റെ സൈറ്റുകൾ, കമ്പനി സൈറ്റുകൾ,
അതൊക്കെ സെർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വളരെ ഫാസ്റ്റ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം കൂടെ ഇവിടെ ഉണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ. അതുപോലെ തന്നെ ഡു ഓൺലി വാട്ട്സ് ഇസ് ഡ്യൂപ്ലിക്കബിൾ. നമ്മൾക്ക് എന്താണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് അത് മാത്രം ചെയ്യാം. അത് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറിജിനൽ വെല്ലുന്ന രീതിയിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുക എന്നല്ല. നമ്മൾ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും എനിക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ അങ്ങനെ തോന്നി, കുറെ കാലങ്ങൾ കഴിഞ്ഞ ശേഷമാണ് എന്താണ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് മനസ്സിലായത്. അയ്യോ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നല്ല. പക്ഷെ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാല് നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മുടെ താഴെയുള്ളവർ ചെയ്യുന്നു, അതിനാണ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഡ്യൂപ്ലിക്കേഷൻ ആണ്. അപ്പോ ഞാനിപ്പോ പിന്നെ ഉദാഹരണത്തിന് ഞാനിപ്പോ പ്രസന്റേഷൻ എടുക്കുന്നുണ്ട്. ഞാൻ സിമ്പിൾ ആയിട്ട് പ്രസന്റേഷൻ എടുക്കുകയാണെങ്കിൽ എന്റെ താഴെയുള്ളവർ എടുക്കും അത്. ഞാൻ അതിനെ മോഡിഫൈ ചെയ്ത് വലിയ ഒരു പ്രത്യേക രീതിയിലൊക്കെ കൊണ്ടുപോയി ഒരു എന്താ പറയാ ആർക്കും ഒരു ചെയ്യാൻ പറ്റാത്ത രീതിയിലൂടെ കൊണ്ടുപോകുമ്പോൾ താഴെയുള്ളവർക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൂടാതെ വേറെ സിമ്പിൾ ആയിട്ട് ഉദാഹരണം പറയാം എന്താന്നുള്ളത്. ഞാനൊരു പിന്നെ എന്റെ ഒരു ഐപോഡ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഒക്കെ ഉണ്ട്. ഞാൻ ആ ഒരു വീട്ടിലേക്ക് പ്ലാൻ കൊടുക്കാൻ പോകുന്ന ലാപ്ടോപ്പ് കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ ഐപോഡ് എടുത്തിട്ട് പോയി ഇതൊക്കെ ഭയങ്കര പ്രസന്റേഷൻ ഒക്കെ കൊടുത്ത്. മനസ്സിലായില്ലേ? അപ്പൊ എന്റെ ഡൗൺലൈൻ ആണെങ്കിൽ ചിലപ്പോൾ ഒരാള് വന്നിട്ടുണ്ട്, അവർക്ക് ഐപോഡും ഇല്ല ഒന്നുമില്ല, ആകെ പിന്നെ മൊബൈൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അദ്ദേഹം ഞാൻ പ്ലാൻ കൊടുത്ത് പോയപ്പോ അവർ ജോയിൻ ആയിട്ടുണ്ട്. അപ്പൊ താഴെ ഒരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പ്ലാൻ കൊടുക്കാൻ ഇൻവൈറ്റ് ചെയ്യാണ്. എന്റെ താഴെ വന്ന ഇൻവൈറ്റ് വേറൊരാൾ പോവാണ്. മനസ്സിലായില്ലേ? അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിന് ലാപ്ടോപ്പ് ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം വെർബലി മറ്റേ നമ്മുടെ ഇതുണ്ടല്ലോ വെർബൽ പ്ലാൻ കൊടുക്കുക. വെർബൽ മീൻസ് നമ്മുടെ ഷോ ദ പ്ലാൻ കേട്ടോ. നമ്മുടെ ഒരു സ്ക്രിപ്റ്റ് വെച്ചിട്ട് കൊടുക്കുകയാണ്. ആ സ്ക്രിപ്റ്റ് വെച്ച് കൊടുക്കുമ്പോൾ അപ്പൊ പറയും അത് വെച്ച് വേണ്ട, കാരണം നിങ്ങൾ തന്നെ വരണം പ്ലാൻ കൊടുക്കാൻ, കാരണം അവരെ കയ്യിൽ ലാപ്ടോപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് മനസ്സിലാവില്ല. കാരണം നമ്മൾ സിമ്പിളായിട്ട് ഞാനാണ് സിമ്പിളായിട്ട് പ്ലാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ അവർ അക്സെപ്റ്റ് ചെയ്ത് താഴെയുള്ളവർക്ക് കൊടുക്കുമ്പോഴും ഓക്കെ മറ്റവർ അംഗീകരിക്കും. പക്ഷെ നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും, നമ്മൾ താഴെയുള്ളവർക്ക് ചെയ്യാൻ പറ്റും അതേ ആക്ടിവിറ്റി നമ്മൾ ചെയ്തിരിക്കണം. മനസ്സിലായില്ലേ? അപ്പോ നമ്മൾ ചെയ്യുന്ന ഏത് ആക്ടിവും താഴെയുള്ളവർ ചെയ്യാൻ പറ്റണം. ഞാനിപ്പോ എടുക്കുന്ന സെഷൻ സിമ്പിൾ സെഷൻ ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അഥവാ ഈ സെഷനൊക്കെ ആർക്കെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്തോളൂ. ഞാൻ ഇതുപോലെയുള്ള സെഷൻ നിങ്ങൾക്ക് റെഡിയാക്കി തരും, നിങ്ങളെ റെഡിയാക്കി തരും. ഇതുപോലെ പ്രസന്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ അല്ലെങ്കിൽ ഷാജി സാറിനെ തീർച്ചയായും കോൺടാക്ട് ചെയ്യാം. ആർക്ക് വേണമെങ്കിലും 100%. കാരണം ഞാൻ ചെയ്യുന്ന കാര്യം താഴെയുള്ളവർക്ക് പുതിയ ഇന്ന് വരുന്നവർക്കും ഇന്നലെ ജോയിൻ ചെയ്തവർക്കും ഇത് ചെയ്യാൻ പറ്റും. ആ രീതിയിലാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായില്ലേ? തീർച്ചയായിട്ടും നമ്മള് തീർച്ചയായിട്ടും ഫോളോ ചെയ്യാം കേട്ടോ. അപ്പൊ അത് ഞാൻ പറയുന്നതാണ്, കാരണം നമ്മൾ ഈ ചെയ്യുന്ന കാര്യം നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. അപ്പൊ അടുത്ത് നമ്മളെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് സമയമായിട്ടുണ്ട്. ഡു നോട്ട് ഡിസ്കസ് ഓർ പ്രൊമോട്ട് എനി അതർ ബിസിനസ് ഇൻ വിത്ത് യുവർ ബിസിനസ്. നമുക്കറിയാം നമ്മുടെ പല ആൾക്കാരും ബിസിനസ്സുമായിട്ട് നമ്മുടെ വെസ്റ്റേജ് ബിസിനസ്സുമായിട്ട് അസോസിയേറ്റ് ആവുന്നത് മിക്ക ആൾക്കും പാർട്ട് ടൈം ആയിട്ടാണ്. അവർക്ക് വേറെ ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ടാവാം, അല്ലെ? ബിസിനസ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടാവും. ബിസിനസ് എന്നല്ല, ജോലി ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ എന്തിൻ്റെയൊക്കെ വർക്കിന്റെ ഏജന്റ് ആയിരിക്കാം, ചിലപ്പോൾ എന്തെങ്കിലും പിന്നെ അങ്ങനെയുള്ള ഫിനാൻസ് ഏജന്റ് അങ്ങനത്തെ കാര്യം. പക്ഷേ നമ്മള് ആ കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ചെയ്യരുത്, അല്ലെ? നമ്മൾ ഏതിന്റെ ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യും, നമുക്ക് കുറച്ച് ആൾക്കാരെ വേണം. ഒരിക്കലും നമ്മുടെ ഈ ബിസിനസ്സിൽ വന്നിട്ട് നമ്മുടെ ഈ ബിസിനസിന്റെ ആൾക്കാരെ ഈ നിങ്ങളുടെ ബിസിനസ്സിലോട്ട് പ്രൊമോട്ട് ചെയ്യാനോ അതുപോലെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനോ ഒരിക്കലും ചെയ്യരുത്. കാരണം അത് നിങ്ങളുടെ ബിസിനസിനെ ബാധിക്കും, നമ്മുടെ ടീം ഓർഗനൈസേഷനെ ബാധിക്കും. അത് നമ്മുടെ ബിസിനസ് നിങ്ങൾക്ക് എന്തെങ്കിലും പിന്നെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ചെയ്തോളൂ. പക്ഷെ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്തവർക്ക് നമ്മുടെ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഏതെങ്കിലും നമ്മുടെ ഞാൻ ഏജൻസി LIC ഏജന്റ് ആയിരിക്കാം, നമ്മൾക്ക് കുറച്ച് പേര് ആവശ്യമാണ്. അപ്പോൾ LIC ഏജന്റ് കൂടെ നമ്മൾ ഈ വർക്കും കൂടി ചെയ്യുന്നുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും നമ്മുടെ ആ വർക്ക് ഇവിടെ എക്സ്പാൻഡ് ചെയ്യരുത്. കാരണം അത് ഇവിടെ ഉള്ളവർക്ക് അത് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടണമെന്നില്ല, ചിലപ്പോൾ നമ്മുടെ ബിസിനസിനെ ബാധിക്കും. അതിലോട്ട് പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ അപ്ലൈൻ ആയിരിക്കാം, നിങ്ങൾ ഡൗൺലൈൻ ആണ് ഈ LICയുടെ ഓഫർ കൊടുക്കുന്നതാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അവർക്ക് വേണ്ടെങ്കിൽ പിന്നെ അവർ നിൽക്കില്ല, അല്ലെ? മനസ്സിലായില്ല? നിങ്ങളൊരു കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു വരാം. ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഫിനാൻഷ്യലായിട്ട് പിന്നെ ഒരു വേറെ ബിസിനസ് ആയിരിക്കാം. ഒരിക്കലും ഈ അങ്ങനെയുള്ള ഒരു ബിസിനസ്സും യാതൊരു കാരണവശാലും ഇവിടെ കൊണ്ടുവരാൻ പാടില്ല എന്നത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടില്ല വിന്നിംഗ് ടീമിന്റെ റൂൾസ് ആണ്. കാരണം ഈ റൂൾസുകളൊക്കെ ഇതാണ് 9 റൂൾസ് കേട്ടോ. വേണമെങ്കിൽ സ്ക്രീൻഷോട്ടായിട്ട് ചെറുതായിട്ട് എടുക്കാൻ പറ്റുന്നു ആൾക്കാർക്ക്. അപ്പം ഈ റൂൾസുകൾ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് സക്സസ് കാണും. ഇതിന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ പല ആൾക്കാർക്കും ഹാർട്ട് ആവും ഈ കേൾക്കുമ്പോൾ. കാരണം ഇത് എന്നെ തന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാണെന്നുള്ളത്. കാരണം ഇതിപ്പോ നിങ്ങൾ അപ്ലയൻസിന് നിങ്ങളോട് ഡയറക്റ്റ് ഒരിക്കലും ഇത് പറയാൻ പറ്റില്ല. എന്താ ചെയ്യുക? ഒരാളെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ ഒരു പുക പോകുന്ന പോലെ ആള് പോകും, അല്ലെ?
കാരണം ഇങ്ങനെ പറന്നു പോവാ ആള് നിൽക്കൂല നിങ്ങൾ ഒരിക്കലും കൂടെ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ കോമൺ പ്ലാറ്റ്ഫോമിലൂടെ മാത്രമേ നമുക്ക് ഇതുപോലത്തെ കാർഡിനൽ റൂൾസ് ആൾക്കാരിൽ അവതരിപ്പിക്കാൻ പാടുള്ളൂ. നമ്മൾ പ്ലാനൊക്കെ ഡെയിലി കൊടുക്കുള്ളൂ ആൾക്കാരെ. യാതൊരു കാരണവശാലും നിങ്ങൾ പുതിയ ആൾക്ക് നെക്സ്റ്റ് ഡേ ഇരുത്തിയിട്ട് ഇരിക്കൂ കുറച്ച് റൂൾസുകൾ പറയാനുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഒരിക്കലും ഇരിക്കില്ല കേട്ടോ. തീർച്ചയായിട്ടും നമ്മൾക്ക് ആൾക്കാരെ ഈ റൂൾസുകളെല്ലാം ചേർത്ത് കൊണ്ട് ആൾക്കാരെ ചേർത്ത് പിടിച്ച് നമ്മൾ തീർച്ചയായിട്ടും സക്സസിന് മുന്നേറുക കേട്ടോ. അപ്പോ ഞാൻ ഒന്നുകൂടി പറയാണ്, ഞാൻ നേരത്തെ ഒരു റൂൾസ് പറഞ്ഞ ആർക്കെങ്കിലും ഇതുപോലെ നമുക്ക് ചെയ്യാനുള്ള അവസരം പിന്നെ തീർച്ചയായിട്ടും നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ എന്താ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇല്ലേ നമ്മൾ ഷാജി സാർ ചെയ്യുന്ന കാര്യങ്ങളോ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഷാജി സാർ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ഇതുപോലത്തെ എല്ലാം ഉണ്ടാക്കി ട്രെയിനിങ് തന്നിട്ട് നിങ്ങളും സക്സസിന് വേണ്ടി ചെയ്യും. കാരണം നമ്മുടെ ഓരോ ആൾക്കാരുടെ സക്സസ് ആണ് സന്തോഷമാണ് നമ്മുടെ എല്ലാവരെയും സന്തോഷം എന്ന് പറയുന്നത് അല്ലെ. എല്ലാവർക്കും അറിയാതെ എല്ലാവരും പിന്നെ മറ്റുള്ളവരുടെ സന്തോഷത്തിനും കൂടി വർക്ക് ചെയ്യുന്ന വ്യക്തിത്വങ്ങളാണ് ആൾക്കാരാണ്. അപ്പോ എല്ലാവർക്കും നല്ലൊരു ബിസിനസ് ഗ്രോത്ത് ഉണ്ടാവട്ടെ, നല്ലൊരു സക്സസ് ഉണ്ടാവട്ടെ. ആരെങ്കിലും എവിടെയെങ്കിലും പിന്നെ ബിസിനസ്സിന് എവിടെയെങ്കിലും കുറച്ച് എവിടെയെങ്കിലും കോട്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്യുക, ഈ റൂൾസ് എന്തെങ്കിലും ഞാൻ പിന്നെ ഫോളോ ചെയ്യാത്തുണ്ടോ എന്നുള്ളത്. അത് ഇന്ന് തന്നെ ഫോളോ ചെയ്തുകൊണ്ട് വളരെ വലിയൊരു ഗ്രോത്തിലോട്ട് ബിസിനസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു സക്സസ് ഉണ്ടാവട്ടെ. ഒന്നുകൂടി പറയാണ്, ബാക്ക് ടു ഷാജി സാർ.